ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. കണ്ണുകളടച്ച് പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചോ. നമ്മുടെ ജീവിതത്തിൽ എത്ര പാപം ചെയ്ത് എത്ര തിന്മയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഈ സമയത്ത് വിശ്വസിക്കുക, യേശുവിന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്. യേശുവിന്റെ രക്തം ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ, യേശുവേ എന്നെ കഴുകണമേ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈശോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോയെ, ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, യേശുവേ എന്നെ കഴുകണമേ. കരങ്ങൾ ഉയർത്തി പാടിക്കേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ, യേശുവേ, യേശുവേ എന്നെ കഴുകണമേ. ആമേൻ. പൂർണ്ണമായി എന്നെ കഴുകണമേ. ഉച്ചത്തില് ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ, യേശുവേ, യേശുവേ എന്നെ കഴുകണമേ. പൂർണ്ണമായി പൂർണ്ണമായി എന്നെ കഴുകണമേ. ഒരിക്കൽ കൂടെ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ, യേശുവേ, യേശുവേ എന്നെ കഴുകണമേ. പൂർണ്ണമായി പൂർണ്ണമായി എന്നെ കഴുകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ നമ്മളോട് തന്നെ പറയണം, ഞാൻ ഈശോയുടെ സ്വന്തമാണ്. പറഞ്ഞേ, ഒച്ചത്തിൽ പറഞ്ഞേ, ഞാൻ ഈശോയുടെ സ്വന്തമാണ്. സാത്താൻ ഇനിമേൽ എൻ്റെ മേൽ അധികാരമില്ല. സാത്താൻ ഇനിമേൽ എൻ്റെ മേൽ അധികാരമില്ല. ഞാൻ ഈശോയുടെ സ്വന്തമാണ്. യേശുവിന്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ ലേഖനം 1 John chapter 1 verse 7. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം തിരുവചനം. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുന്ന് പ്രകാശത്തിലാണ്, നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കണം. നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കണം. കണ്ടോ? എന്നിട്ട് അടുത്ത വചനം എന്താ? അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. വലതുകര ഉയർത്തി പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഏത് പാപബന്ധനമാണെങ്കിലും യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെടുന്നു എന്ന് വിശ്വസിച്ചേറ്റു പറയുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് വിട്ടുമാറും. ഉദാഹരണത്തിന്, നിന്റെ ഉള്ളിൽ ഭയം, നീ പ്രാർത്ഥിക്കണം, യേശുവിന്റെ രക്തത്താൽ ഈ ഭയം മാറട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് യേശുവിന്റെ രക്തം നിന്നെ കഴുകും, സൗഖ്യപ്പെടുത്തും. അതുകൊണ്ടാ പറയണത്, യേശുവിന്റെ രക്തം നിന്നെ കഴുകുന്നു. കഴുകുന്നു, ക്ലീനിങ് എന്ന് നമ്മളൊരു വാക്കുണ്ട്, ആ വാക്കല്ല, ക്ലെൻസിങ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം വിശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം നിന്റെ ജീവിതത്തിലുള്ള സകല പാപങ്ങളും കഴുകും. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊറിന്തോസ് 6-ാം അധ്യായം 11-ാം തിരുവചനം. നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു, എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും. കണ്ടോ? നീതീകരിക്കപ്പെടുകയും. നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കോടതിയിൽ നമ്മളൊരു പ്രതിയെ കൊണ്ടുചെന്നു, ജഡ്ജി പറയുകയാണ്, ദേ ഇയാളെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പൊ അത് വെറുതെ വിടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാളൊരു പാപവും ചെയ്തിട്ടില്ല, ഇയാളൊരു പാപവും ചെയ്തിട്ടില്ല. ഇയാളെ പരിപൂർണമായി ഈ വിഷയത്തിൽ നിന്ന് ജസ്റ്റിഫൈ ചെയ്ത് ഇയാളെ ഞങ്ങൾ വിട്ടിരിക്കുന്നു. പരിപൂർണമായി സ്വാതന്ത്ര്യപ്പെട്ടിരിക്കുന്ന അർത്ഥം. അല്ലാതെ ജഡ്ജി പറയാണ് ഇയാൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ഇയാളെ ഞങ്ങൾ വെറുതെ വിടുന്നു, ആ അർത്ഥത്തിലല്ല. മറിച്ച്
ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും യേശുവിന്റെ തിരുരക്തത്താൽ ഈ വ്യക്തിയെ ഇതാ റിലീസ് ചെയ്യുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു, ഈ വ്യക്തിയെ നീതീകരിക്കുന്നു. വലതുകര ഉയർത്തിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം, ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 29-ാം തിരുവചനം. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 10, 10-ാം അധ്യായം 29-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതിൽ പറയുന്ന വചനം ഇങ്ങനെയാണ്: തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തം. രക്തം ശുദ്ധീകരിക്കും, തിരുരക്തം നമ്മളെ ശുദ്ധീകരിക്കും. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയാ. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെട്ട ഒരു സുന്ദരമായ പ്രാർത്ഥനയാണ്: ഈശോയുടെ തിരുരക്തത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചേ: ഈശോയുടെ തിരുരക്തത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നും കൂടെ പ്രാർത്ഥിച്ചേ: ഈശോയുടെ തിരുരക്തത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയാ. നമ്മൾ സാധാരണ പരിശുദ്ധ അൾത്താരയിൽ ദീപികാരനെ എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്, അല്ലേ? പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് ഇപ്പൊ ഫൗസ്റ്റീനാമയ്ക്ക് കിട്ടിയ ദർശനം എന്താണെന്നറിയോ? ഈശോയുടെ തിരുരക്തത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച സമയത്ത് ഫൗസ്റ്റീനാമ എഴുതിയിരിക്കുക, തന്റെ ഡയറിയിൽ എഴുതിയിരിക്കുകയാണ്: ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ചിലര് സംസാരിക്കാൻ തുടങ്ങി. ആരാ സംസാരിച്ചെന്നറിയോ? ഫൗസ്റ്റീനാമ പറയുന്നത് പിശാച് ഇടപെടാൻ തുടങ്ങി, പിശാച് ഇളകാൻ തുടങ്ങി. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ പിശാചിനിരിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ തിരുരക്തത്തെ ധ്യാനിക്കുന്ന, യേശുവിന്റെ തിരുരക്തത്തിൽ വിശ്വസിക്കുന്ന, യേശുവിന്റെ തിരുരക്തം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ അന്തരീക്ഷത്തിലും വ്യക്തിയുടെ കുടുംബത്തിലും പിശാചിനിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ടാണ് യേശുവിന്റെ തിരുരക്തം വിളിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ ആവശ്യകത. വെറുതെ നമ്മൾ കൊച്ചുവർത്താനം പറയുന്ന പോലെയല്ല, മറിച്ച് യേശുവിന്റെ തിരുരക്തം അത് പറയുമ്പോൾ തന്നെ പിശാച് കിടുകിടാ വിറയ്ക്കും. അവൻ നിന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് ദൂരെ പോകും. എത്ര വർഷങ്ങളായിട്ട് പീഡിപ്പിക്കുന്ന പൈശാചിക പീഡകളാണെങ്കിലും, പാരമ്പര്യമായിട്ടുള്ള ശാപപീഡകളാണെങ്കിലും, യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് തിന്മകൾ വിട്ടുപോകും. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം. തുടർന്നുള്ള ഈ പരിശുദ്ധ ആരാധനയുടെ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ തിരുരക്തം, ഈ വലിയ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്ന സമയമാണ്. കരങ്ങൾ കൂപ്പി ഈ ആരാധന നന്നായിട്ട് പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം. ഒരല്പസമയമേ ഉള്ളൂ, ഉള്ള സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. കൈകൂപ്പി പ്രാർത്ഥിച്ചോ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബം, ചില ആളുകളുടെ മുഖമൊക്കെ മനസ്സിൽ തെളിയാൻ സാധ്യതയുണ്ട്. എൻ്റെ കുടുംബത്തിൽ ഇന്ന ആൾക്ക് ഈ വിടുതൽ വേണം, എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തന്നെ ആവാം. പറഞ്ഞ് പ്രാർത്ഥിക്കണം: യേശുവേ, നിന്റെ തിരുരക്തത്താൽ കർത്താവേ, ഈ സമയത്ത് തന്നെ വലിയ ഡെലിവറൻസ് എനിക്ക് സംഭവിക്കട്ടെ. എൻ്റെ കുടുംബങ്ങളിൽ പീഡിപ്പിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ കെട്ടുവിട്ടു പോവട്ടെ. ഈശോയെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടട്ടെ. അത് വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തനും ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി പഠിക്കുക. നിത്യനുമായ ദൈവകുഞ്ഞാടേ, ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം
പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നവനും പഠിക്കുകയും ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും സർവശക്തനും നിത്യനുമായ നിത്യനുമായ ദൈവ കുഞ്ഞാടേ, ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ നിത്യനുമായ ദൈവ കുഞ്ഞാടേ, ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ചേർന്ന് പാടിക്കുകയും നിത്യനുമായ ദൈവ കുഞ്ഞാടേ, ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നമുക്കെല്ലാവർക്കും എഴുന്നേക്കാം. നിത്യനുമായ ദൈവ കുഞ്ഞാടേ, ദൈവ കുഞ്ഞാടേ, നീ മാത്രം നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വെളിപാട് പുസ്തകം 4-ാം അധ്യായം 8-ാം തിരുവചനമാണ് നമ്മളിപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ആയിരുന്നവനും ഒച്ചത്തിപ്പുറ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഒച്ചത്തി പറഞ്ഞു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അല്പം കൂടെ ഒച്ചത്തിൽ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കിക്കൊണ്ട് പാടുകയാണ്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ സർവശക്തിന് ഇതാ ആരാധന. കർത്താവേ, ഇത് ഈ മഹത്വം വെളിപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന് കിട്ടിയ സ്വർഗീയ ദർശനത്തെ കുറിച്ചാണ് വെളിപാട് പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. സ്വർഗത്തിൽ ദാ എപ്പോഴും ദൈവദൂതന്മാർ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഒന്ന് പാടിക്കേ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. ആമേൻ. ആയിരുന്നോനും എല്ലാവരും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആമേൻ ആമേൻ. നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കൈയടിച്ചേ. ആയിരുന്നോനും ആമേൻ ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പഠിക്കേ. നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ കൈകൾ പരിശുദ്ധൻ. ഉയർത്തി. ആയിരുന്നവനും ആയിരുന്നോനും ആമേൻ ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. ആയിരുന്നോനും ആയിരുന്നോനും ഭവ ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ നിത്യനുമായ ദൈവ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയെ വിളിച്ചേ. എല്ലാവരും നന്നായിട്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഈ ആരാധന സമയത്ത് അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ദൈവശക്തി വെളിപ്പെടട്ടെ.
അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടട്ടെ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകപ്പെടട്ടെ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ ശരീരങ്ങൾ കഴുകപ്പെടട്ടെ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ ഭാരങ്ങൾ കഴുകപ്പെടട്ടെ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള പാരമ്പര്യ പീഡകൾ, പാരമ്പര്യ രോഗങ്ങൾ, പാരമ്പര്യ തടസ്സങ്ങൾ ഈ സമയത്ത് കഴുകപ്പെടട്ടെ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് എല്ലാ തരത്തിലുള്ള അടിമത്തങ്ങളും ഈ സമയത്ത് കഴുകപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. കാലാകാലങ്ങളായി പീഡിപ്പിക്കുന്ന എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളും, കർത്താവ് വ്യക്തികൾ തമ്മിലുള്ള തടസ്സങ്ങൾ, വൈരാഗ്യം, വെറുപ്പ്, നിരാശ, ദുഃഖം, യേശുവേ തിരു രക്തത്താൽ കഴുകപ്പെടട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, നിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിക്കട്ടെ. യേശുവിന്റെ തിരു രക്തത്താൽ ഞാൻ കഴുകപ്പെടുന്നു. യേശുവിന്റെ തിരു രക്തത്താൽ ഞാൻ കഴുകപ്പെടുന്നു. വിശ്വസിച്ച് 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 ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് അനേകരെ തൊടുന്ന സമയമാണ്. ദൈവത്തിന്റെ ആത്മാവ് അനേകരെ തൊടുന്ന സമയമാണ്. യേശുവിന്റെ രക്തം നിന്നെ കഴുകട്ടെ. ലംബ 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 ലംബ. കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. തിരു രക്തത്താൽ ഞങ്ങളിതാ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. Praise the Lord. Praise the Lord. Hallelujah. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ യേശുവിന്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. സാത്താന് എന്റെ മേൽ അധികാരമില്ല, അധികാരമില്ല. ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. എന്നെ പീഡിപ്പിക്കുന്ന നാരക ശക്തികൾ എന്നെ വിട്ടുപോവുക. എന്നെ പീഡിപ്പിക്കുന്ന ദുശീലങ്ങൾ എന്നെ വിട്ടുപോവുക. എന്നെ പീഡിപ്പിക്കുന്ന രോഗപീഠകൾ എന്നെ വിട്ടുപോവുക. കാരണം ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സമയത്ത് നീ വിശ്വസിക്കണം. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്ന അനുഭവം ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ശക്തി അത്ഭുതകരമായിട്ട് അനേകരിൽ വെളിപ്പെടുന്നുണ്ട് കേട്ടോ. ഇന്നതാ ഇത് വെറുതെ ഒന്ന് കാണാൻ വന്ന ഒരു കുടുംബം, പോട്ടാശ്രമത്തിൽ ഈ ശുശ്രൂഷ വെറുതെ കാണാൻ വന്ന കുടുംബം, ദാ കർത്താവിന്റെ വലിയ ശക്തി നിങ്ങൾ അൾത്താരയിലേക്ക് ഇങ്ങനെ വലിച്ചടിപ്പിച്ച് നിർത്തിയിരിക്കുക. ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് ഒരു അനുഗ്രഹം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ മേൽ ചൊരിഞ്ഞിരിക്കും. എന്റെ സഹോദര, നീ വിശ്വസിച്ച ആ കുടുംബത്തോടൊപ്പം പ്രാർത്ഥിച്ചോ. നമുക്കെല്ലാവർക്കും അഭിഷേകം വേണ്ടവരാണ്. കൈകൾ കൂപ്പി കണ്ണടച്ച് ഈശോട് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഈശോയെ, തിരുരക്തത്താൽ എന്നെ കഴുകുന്ന അനുഭവം ഈ സമയത്ത് എൻ്റെ മേൽ സംഭവിക്കണം. ഈ സമയത്ത് എൻ്റെ മേൽ സംഭവിക്കണം. ഈ കർത്താവെ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് യേശുവിൻ്റെ തിരുരക്തത്താൽ ഞാൻ കഴുകപ്പെടുന്നു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ തിരുരക്തത്താൽ എൻ്റെ രോഗപീഠകൾ കഴുകപ്പെടുന്നു. യേശുവിൻ്റെ തിരുരക്തത്താൽ എൻ്റെ പാരമ്പര്യ രോഗപീഠകൾ കഴുകപ്പെടുന്നു. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുകയാണ് നീ രക്ഷപ്പെടിയാല, നിന്റെ ജീവിതകാലം മുഴുവൻ ഇത് കൊണ്ടു നടക്കേണ്ടി വരും. ഒരുപക്ഷെ നിന്റെ കൂട്ടുകാരോ നാട്ടുകാരോ വീട്ടുകാരോ പറഞ്ഞിട്ടുണ്ടാവും ഇത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉള്ളതാണ്, ഇനി നീ രക്ഷപ്പെടിയാല. എന്നാൽ ഇപ്പോൾ നീ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈ സമയത്ത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും, എത്ര കാഠിന്യമേറിയ രോഗപീഠകളാണെങ്കിലും യേശുവിന്റെ രക്തത്താൽ നിന്നെ കഴുകട്ടെ. യേശുവിന്റെ രക്തം, ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, യേശുവേ എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. പൂർണ്ണമായി ശിരസ് മുതലുള്ള കാലം വരെ രണ്ട് കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് പ്രാർത്ഥിച്ചോ. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും ശിരസ് മുതലുള്ള കാലം വരെ ഏതൊക്കെ രോഗങ്ങളാണോ പീഡകളാണോ നിനക്കുള്ളത് ആ മേഖലകൾ യേശുവിന്റെ തിരുരക്തത്തിന്റെ സൗഖ്യം കടന്നു വരട്ടെ.
വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. തലയ്ക്ക് ഭാരം, തലവേദന, മൈഗ്രെയിൻ രോഗങ്ങൾ, ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ, തലമുടി കൊഴിയുന്ന രോഗങ്ങൾ, തലയ്ക്ക് എപ്പോഴും ആരോ എന്തോ എടുത്തു വെച്ചിരിക്കുന്നത് പോലെ ഭാരം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. യേശുവിന്റെ തിരുരക്തം, ഗാഗുൽ തായിൽ ചിന്തി തിരുരക്തം നിന്റെ മേൽ ഒഴുകപ്പെടുന്ന സമയമാണ്. കണ്ണ് സമർപ്പിച്ച്, മൂക്ക്, നാസാരന്ധ്രം, ചുണ്ട്, പല്ല്, നാവ്, ചെവി സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ കഴുകപ്പെടുന്ന അവസ്ഥ. ഞങ്ങളെ പീഡിപ്പിക്കുന്ന പൈശാചിക പീഡകൾ ഞങ്ങൾ വിട്ടുപോകട്ടെ. ശീലങ്ങളും അടിമത്തങ്ങളും കർത്താവേ എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ ശരീരം നിന്റേതാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോ, അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ആരാധന, ആരാധന, ആരാധന. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ശക്തി അനേകരിലേക്ക് വെളിപ്പെടുന്ന സമയം. നെഞ്ചരിച്ചൽ അനുഭവപ്പെടുന്ന ഒരു സ്ത്രീയെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. കർത്താവിന്റെ ശക്തി നടുവ് വേദന മൂലം ഭാരപ്പെടുന്ന അനേകരെ കർത്താവ് തൊടുന്നു. ഇതാ ഈശോയുടെ തിരുരക്തം നിന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഒഴുകുന്നു. യേശുവേ, അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ശരീരത്തിലുള്ള ഒരു തടിപ്പ്, അത് ക്യാൻസർ രോഗമാണോന്ന് ഭാരപ്പെടുന്ന ഒരു സഹോദരിയെ ഈശോ തിരുരക്തത്താൽ കഴുകുന്നു. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. അനേകരിലേക്ക് കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിലേക്ക് പോലും കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു, വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന അഭിഷേകം ഒഴുകപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ ശക്തിയിൽ തിരുരക്തത്താൽ നമ്മളെ കർത്താവ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക. ഇത് വിശ്വസിച്ചോണം കേട്ടോ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം. യേശുവിന്റെ തിരുരക്ത കടലിൽ എന്നെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് വിശ്വസിച്ചോണം. യേശു കാൽവരിയിൽ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ തിരുരക്തം. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചോ, കണ്ണടച്ചോ. നീ മനസ്സിൽ കാണണം, കുരിശിൽ ഈശോ പെടഞ്ഞു മരിക്കുന്ന ചിത്രം. ആ കുരിശിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന കുരിശിനിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് യേശുവിന്റെ ഇതാ ശരീരത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തം, ആ തുള്ളി നിന്റെ മേലിറ്റ് വീഴുന്നു. നീ അത് മനസ്സിലെന്തും കണ്ടേ. ദാ നിന്റെ ശരീരത്തിലേക്ക് കുരിശിൽ നിന്നൊഴുകുന്ന രക്തം അതിങ്ങനെ ഒഴുകപ്പെടുന്ന അവസ്ഥ. മദ്യപാനത്തിന്റെ ഏറ്റവും വലിയ അടിമത്തം സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. മയക്കുമരുന്നിന്റെ അടിമത്തം സമർപ്പിച്ചേ. തെറ്റായ സ്നേഹബന്ധങ്ങളുടെ അടിമത്തം സമർപ്പിച്ചേ. ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ചിലർക്ക് ഒന്ന് നന്നായിട്ട് ചിരിക്കാൻ പോലും പറ്റുന്നില്ല. ഉള്ളിന്റെ ഉള്ളിൽ വെറുപ്പ്, ചില ആളുകളോടുള്ള വെറുപ്പ്, അതൊരു അടിമത്തമാണ്. സമർപ്പിച്ചോ. കർത്താവേ, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ. കർത്താവെ, എന്നെ വിടുവിക്കണമേ, വിടുവിക്കണമേ, വിടുവിക്കണമേ. കർത്താവെ, വിടുവിക്കണമേ. കുടുംബങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന പൈശാചിക പീഡകൾ കർത്താവ് ഈ സമയത്ത് ആ മേഖലകളിൽ ഒരു വിടുതൽ സംഭവിക്കട്ടെ. തിരുരക്തം കുടുംബങ്ങളിലേക്ക് ഒഴുകുന്ന സമയം. നിന്റെ കൃഷിയിടങ്ങൾ അധ്വാനിച്ചിട്ട് ഫലം കിട്ടുന്നില്ല ഒരു ചിന്തയുണ്ടോ? നിന്റെ വ്യവസായ മേഖലകൾ, നിന്റെ ബിസിനസ് മേഖലകൾ എത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു മെച്ചം കിട്ടുന്നില്ല എന്ന് ഭാരപ്പെടുന്നുണ്ടോ? യേശുവിന്റെ തിരുരക്തം ആ മേഖലകൾ ഒഴുകപ്പെടുന്നത് നീ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക. മകനെ കുറിച്ചും മകളെ കുറിച്ചും ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടല്ലോ. മകളുടെ വിവാഹം, മകന്റെ വിവാഹം, അവരുടെ വിദ്യാഭ്യാസം, വിദേശത്തുള്ള അവരുടെ ജീവിതം, വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ, പാസ്പോർട്ട്, വിസ, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും. ചില പരീക്ഷ എഴുതിയിട്ടും വിജയിക്കുന്നില്ല. ഇന്റർവ്യൂവിന് പോയിട്ടും മെച്ചം കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്താലും എല്ലാത്തിലും പുറകോട്ട് പോകുന്നു. ഭാരപ്പെടുന്നുണ്ടല്ലോ. പ്രാർത്ഥിച്ചേ. ഓ കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം, തിരു രക്തത്താൽ കടലിൽ ഞങ്ങളെ മുക്കണമേ. കാരുണ്യ കടലിൽ ഞങ്ങളെ കഴുകണമേ. കർത്താവെ, ഈ സമയത്ത് ഞങ്ങൾ പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ കൃഷിയിടങ്ങൾ, ആ വീടിന് ചുറ്റും കർത്താവിന്റെ തിരുരക്തത്തിന്റെ കോട്ട സ്ഥാപിക്കപ്പെടുന്ന മനസ്സിൽ കാണണം. മനസ്സിൽ ഇങ്ങനെ കണ്ടോണം. നമ്മുടെ വീട്ടിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ ആ രോഗികളുടെ മേല് തിരുരക്തം വ്യാപരിക്കപ്പെടുന്നു. ശുശ്രൂഷിക്കുന്നവരുടെ മേല്, കുടുംബത്തിലുള്ള പീഡകളുടെ മേല് തിരുരക്തത്തിന്റെ അഭിഷേകം വ്യാപരിക്കുന്നത് മനസ്സിൽ കാണുക. അങ്ങ് ദൂരങ്ങളിലുള്ള നിങ്ങളുടെ മക്കള്, ആ മക്കൾക്ക് എന്തെങ്കിലും തരത്തിൽ രോഗങ്ങളോ പീഡകളോ ഉണ്ടെങ്കിൽ അതിൻ്റെ മേല് തിരുരക്തത്തിന്റെ ശക്തി വെളിപ്പെടുന്ന വിശ്വസിക്കുക. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്ന സമയം കത്തോലിക്ക തിരുസഭയോട് ചേർന്ന് വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ലോകമെമ്പാടും അർപ്പിക്കുന്ന വിശുദ്ധ ബലികളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഏതൊക്കെ ധ്യാന മന്ദിരങ്ങളിൽ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നുണ്ടോ ആ ശുശ്രൂഷകളോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അഭിഷേക അധികാരത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നൽകണമേ. തിരുരക്ത കടലിൽ മുക്കണമേ.
കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണം. കൈകൾ ഉയർത്തി ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. വിളിച്ച് ഈശോ, ഈശോയേ നിന്റെ കരുണയിൽ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. പോരാ, ഈശോ, ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ആമേൻ ആമേൻ. ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. കുരിശിൽ ഈശോ മിശിഹ ചിന്തിയ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം. കുരിശിൽ ഈശോ മിശിഹ ചിന്തിയ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം. ആത്മാവിൽ പുതുജീവൻ നൽകും തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം. തിരുരക്തത്തെ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. കരങ്ങളുയർത്തി ഈശോയേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. കറയില്ലാത്ത കുഞ്ഞാടിന്റെ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, കറകൾ നീക്കും കുറവു നികത്തും തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം. കറയില്ലാത്ത കുഞ്ഞാടിന്റെ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, കറകൾ നീക്കും കുറവു നികത്തും തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം. പാപത്തിന്റെ ചങ്ങലമീക്കും തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം. തിരുരക്ത കടലിൽ മുക്കണമേ, ഉറക്കെ കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം. രണ്ട് കരങ്ങളും ഉയർത്തി ഒരൊറ്റ വിളി, ഈശോ. Mighty anointing, mighty deliverance, mighty healings in the name of Jesus. We claim the blood of Jesus to wash us away all inner wounds. Oh Jesus, in your holy name, by the blood of Jesus, by the power of the Holy Cross. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. കർത്താവിന്റെ ശക്തി അനേകരിലേക്ക് വെളിപ്പെടുന്നു. അനേകരുടെ നാവിൻ തുമ്പിൽ ഭാഷാവരത്തിന്റെ അഭിഷേകം വെളിപ്പെടുന്നു. പ്രാർത്ഥിച്ചോട്ട് നിൽക്കുമ്പോ സ്വർഗം തുറക്കുന്നു. കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് അഭിഷേകത്തിന്റെ കണ്ണുനീരാണ്. വലത് കൈക്ക് സ്വാധീന കുറവുള്ള ഒരു വ്യക്തിയെ കർത്താവ് ബലപ്പെടുത്തുന്നു. എലിസബത്ത് എന്നുള്ള പേരുള്ള ഒരു സ്ത്രീയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാ കാര്യത്തിലും ഭയമുള്ള ഒരു പെൺകുട്ടിയെ കർത്താവ് ചേർത്ത് പിടിച്ച് ബലപ്പെടുത്തുന്നു. അഭിഷേകത്തിന്റെ ആത്മാവ് വെളിപ്പെടുന്നു. ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. എല്ലാ തിന്മയുടെ മേലും ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി. വിശ്വസിച്ചോ, വിശ്വസിച്ചോ, വിശ്വസിച്ചോ. എല്ലാവരും മുട്ടുകുത്തിക്ക്, കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചോ. ഈശോയുടെ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നീ വിശ്വസിക്കുക, യേശു നിന്നെ തൊട്ടു കഴിഞ്ഞു. നീ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. യെസ്, ഐ ബിലോങ്സ് ടു മൈ ജീസസ്. Hereafter no more for Satan. എന്റെ ശരീരം ഈശോ വിലയ്ക്ക് വാങ്ങിയതാണ്. ഈ ശരീരത്തിൽ ഇനി സാത്താന് സ്ഥാനമില്ല, ഒരിക്കലും സ്ഥാനമില്ല. ഈശോയെ, നീ എന്നെ വിലയ്ക്ക് വാങ്ങി, ഞാൻ ഈശോയുടെ സ്വന്തമാണ്. വിശ്വസിച്ച് ഈ ആശീർവാദം സ്വീകരിച്ചോ. ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, സ്നേഹമേ ആരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. യുഹായേ നീ കാറ്റായി വാ